ഹായ് മക്കളെ 2025 മാത്സിന്റെ ലാബ് എക്സാം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. മാത്സിന്റെ മാത്രമല്ല എല്ലാത്തിൻ്റെ ലാബ് എക്സാം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇച്ചിരി കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞാണ് മാത്സിന്റെ ലാബ് എക്സാം എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ മക്കളെ, എങ്ങനെയാണ് ലാബ് എക്സാം വരുന്നത്? നിങ്ങളാണ് ആദ്യത്തെ ബാച്ച് കമ്പ്യൂട്ടറിലൂടെ ക്വസ്റ്റ്യൻസ് കിട്ടി അത് വെച്ച് ആൻസർ ചെയ്യുന്ന ആദ്യത്തെ ബാച്ച് നിങ്ങളായിരിക്കും കേട്ടോ. നേരത്തെ കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ എടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ നിങ്ങൾക്ക് കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടത്തില്ല. അതിന് പകരം നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വരും. സോ അങ്ങനത്തെ രീതിയിലാണ് ഇത്തവണത്തെ എക്സാം നടക്കാൻ പോകുന്നത് 2025. സോ നമുക്ക് 2024 മാത്സിന്റെ ലാബ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം മക്കളെ. 2024 2023 കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ അതേ മോഡൽ തന്നെയായിരിക്കും നിങ്ങളുടെ ലാബ് എക്സാം. ലാബ് എക്സാമിൽ വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. ഇതേ മോഡൽ തന്നെയായിരിക്കും മക്കളെ. ചെയ്യാൻ പഠിക്കുക. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ലാപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ലാബ് ചെയ്യണം. പ്രാക്ടിക്കലാണ് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അല്ലാതെ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ചെയ്ത് പഠിക്കണം. മനസ്സിലായി? അപ്പോഴാണ് അതിനകത്ത് തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞ വർഷം 2024 ഫസ്റ്റ് ലാബ് നമുക്ക് ചെയ്യാം. എല്ലാ സ്കൂളിലും എനിക്ക് ഉറപ്പുണ്ട് ഫസ്റ്റ് ലാബ് മസ്റ്റായിട്ട് പഠിക്കാൻ പറയും. കാരണം 8 ലാബാണ് നിങ്ങൾക്ക് എക്സാമിന് പഠിച്ചാൽ മതി. 8 ലാബ് സ്കൂളിൽ പറയും. 8 ലാബ് നിങ്ങളുടെയൊക്കെ പറയും. അതിനകത്ത് 6 ലാബായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരുന്നത്. 6 ലാബായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. 8 എണ്ണം പഠിക്കാൻ പറയും. അതിനകത്ത് 6 എണ്ണമായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം 8 മാർക്കാണ് മക്കളെ. 8 × 4 32 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങളുടെ വൈവയ്ക്കും ലാബ് മാനുവലിനും കൂടിയാണ് 4 വെച്ച് മാർക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മാർക്കിൻ്റെ രീതികൾ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 40 മാർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. 32 മാർക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിലൂടെയും 4 മാർക്ക് റെക്കോർഡിനും 4 മാർക്ക് വൈവയ്ക്കും. അങ്ങനെയാണ് 40 മാർക്ക് കേട്ടോ മക്കളെ. അപ്പോൾ 32 മാർക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് ലാബ് നമുക്ക് ലാബ് മാനുവലിനകത്ത് ഫസ്റ്റ് ലാബ് വാല്യൂ ഓഫ് ഫങ്ഷൻസ് ഇതെല്ലാ സ്കൂളിലും പഠിച്ചുകൊണ്ടിരാൻ പറഞ്ഞു കാണും. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമാണ് ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മക്കളെ, 2024 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x = x³ വരയ്ക്കാനാണ്. കണ്ടല്ലോ, ഗീവ് ദി ഇൻപുട്ട് ഇങ്ങനെ തരും. അത് എല്ലാത്തിലും തരണമെന്നില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. റേസ് ടു ഒക്കെ അടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന f of x = x³. അതാദ്യം നിങ്ങൾ ഇൻപുട്ട് ബോക്സിൽ അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. സോ ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടുവേ. അപ്പോൾ നമുക്ക് സിമ്പിളാണ് മക്കളെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ജിയോജിബ്ര ഓപ്പൺ ആക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജിയോജിബ്ര എവിടെ ഓപ്പൺ ആക്കണമെന്ന് അറിയാലോ. ജിയോജിബ്ര ഓപ്പൺ ആക്കുക മക്കളെ. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് ഇൻപുട്ട് ബോക്സിൽ നേരെ x³ അടിച്ചു കൊടുക്കുക. x⁻³ റേസ് ടു അടിക്കുക അറിയാലോ. ഇങ്ങനത്തെ ഒരു ആരോ ഇടുക, x⁻D അടിക്കുക, എൻ്റർ അടിക്കുക. സോ ഡയറക്റ്റ് x⁻³ എന്ന് പറയുന്ന ഗ്രാഫ് അവിടെ വന്നോളൂ. ഓക്കെ, അപ്പോൾ x⁻³ എന്ന് പറഞ്ഞ ഗ്രാഫ് നമ്മൾ വരച്ചു. സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിയേറ്റ് എ സ്ലൈഡർ വിത്ത് മിനിമം -10 മാക്സിമം 10 ഇൻക്രിമെന്റ് 0.1 പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അടിച്ചു കൊടുക്കുക. സ്ലൈഡർ ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്ലൈഡർ ടൂളിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് -10 മിനിമം മാക്സിമം +10 അതടിക്കുക. ഇൻക്രിമെന്റ് 0.1 ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതേപോലെ നിങ്ങൾ അടിച്ചാൽ മതി കേട്ടോ. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നോ പ്രോബ്ലം. സോ സ്ലൈഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു മക്കളെ. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലോട്ട് ദ പോയിന്റ് A = അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മൾ എക്സാമിനും ചെയ്യുന്നത്. കാരണം എന്താ, കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻ നോക്കും, പിന്നെ നേരെ ജിയോജിബ്ര ഓപ്പൺ ആക്കി അതിൽ ചെയ്യും. വീണ്ടും ക്വസ്റ്റ്യൻ നോക്കും, വീണ്ടും ഓപ്പൺ ചെയ്യും. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി ചെയ്യായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി പാടായിട്ടൊക്കെ തോന്നും. പക്ഷേ മക്കളെ, ഇവിടെ ഒരു ചെറിയൊരു പ്രത്യേകത, ഒരു എളുപ്പ വഴിയുണ്ട്. ഇത് കണ്ട A = ഇങ്ങനെ അടിച്ചു കൊടുക്കണമെങ്കിൽ ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. Ctrl+C അടിക്കുക, നേരെ അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് Ctrl+V അടിച്ചാൽ പേസ്റ്റ് ആവും കേട്ടോ. ഇങ്ങനത്തെ എളുപ്പ വഴിയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റർ അടിക്കുവാണെങ്കിൽ അവിടെ ഓൾറെഡി ആ പോയിന്റ് വന്നു കഴിഞ്ഞു. A എന്ന് പറഞ്ഞ പോയിന്റ് വന്നു. പിന്നെ അടുത്ത രണ്ടാമത്തെ പോയിന്റ് B എന്ന് പറഞ്ഞ പോയിന്റ് അത്രയും വരെ സെലക്ട് ചെയ്യുക. പിന്നീട് അത്രയും വരെ സെലക്ട് ചെയ്യുക. Ctrl+C അടിക്കുക, കോപ്പി. നേരെ ഇവിടെ കൊണ്ടുവന്ന് Ctrl+V. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നോക്കി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നോ പ്രോബ്ലം.
സോ ബിയും വന്നു. നെക്സ്റ്റ് ടി നേരെ കോപ്പി പേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ എയും ബിയും സിയും ഇവിടെ വന്നു കണ്ടല്ലോ. എയും ബിയും സിയും ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ദി ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റ് എയും ബിയും സിയും തമ്മിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊന്നും പറയത്തില്ല. ലൈൻ സെഗ്മെന്റ് എടുത്ത് ജോയിൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ കണ്ടുപിടിക്കണം ലൈൻ സെഗ്മെന്റ് എവിടെയാണെന്ന്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം മുകളിലത്തെ ഓരോ ടൂൾ എടുത്ത് നോക്കുക. ലൈൻ എന്ന് പറഞ്ഞ ടൂളിനകത്തേക്ക് ലൈൻ സെഗ്മെന്റ് ഉള്ളത്. സോ അതെടുത്തിട്ട് നേരെ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി, എയും ബിയും. അടുത്ത ബി ക്ലിക്ക് ചെയ്തിട്ട് ബിയും സിയും ലൈൻ സെഗ്മെന്റ് വെച്ച് ജോയിൻ ചെയ്തു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫും എയും. എഫിനും എക്കും വേണ്ടി ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ ആയിട്ട് അതെ ഇവിടെയാണ് ഇൻപുട്ട് ബോക്സ് കിടക്കുന്നത്. ഇൻപുട്ട് ബോക്സ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇൻപുട്ട് ബോക്സ് ഏതിനാണ് മക്കളെ? ആദ്യം എക്ക്. അപ്പം എ എന്ന് അടിച്ചു കൊടുക്കുക. എ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് നമ്മൾ എ അല്ലേ, അപ്പോൾ സ്ലൈഡറിന് വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ബോക്സ്. സോ എ എന്ന് പറയുന്നത് തന്നെ സെലക്ട് ചെയ്യുക, ലിങ്ക്ഡ് ഒബ്ജക്റ്റ്. ഓക്കെ, അത് ഓക്കെ ആക്കി. എ എന്ന് പറയുന്നത് എയുമായിട്ട് തന്നെ ലിങ്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇൻപുട്ട് ബോക്സ് വന്നു. വീണ്ടും ഇൻപുട്ട് ബോക്സ് എടുത്ത് ക്ലിക്ക് ചെയ്യണമെന്നില്ല, ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഇൻപുട്ട് ബോക്സ് വരും. പിന്നെ നമുക്ക് എഫ് എന്ന് അടിച്ചു കൊടുക്കുക. ഫംഗ്ഷന് വേണ്ടി ഫംഗ്ഷൻ കണ്ടല്ലോ എഫ് ഓഫ് എക്സ് ആണ്. സോ അത് ക്ലിക്ക് ചെയ്യുക, ലിങ്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ഇവിടെ എഫ് ഓഫ് എക്സും വന്നു, എയും വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ മക്കളെ നമ്മുടെ 3 മാർക്ക് നമുക്ക് കിട്ടി. 3 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ടീച്ചറിനെ വിളിച്ച് കാണിക്കുക, ടീച്ചറെ ഇത്രയും ചെയ്തു എന്ന് പറയണം. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യൂസിങ് എബോ ആപ്ലെറ്റ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം എന്താണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ആപ്ലെറ്റ് ക്രിയേറ്റഡ്. ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു ഒന്നാമത്തേൻ്റെ. അത് മാത്രം എഴുതിയാൽ മതി, ബാക്കി ടീച്ചറിനെ വിളിച്ച് കാണിച്ചാൽ മതി ചെയ്ത് കഴിഞ്ഞ കാര്യം. പിന്നെ പറഞ്ഞിരിക്കുന്നത് യൂസിങ് എബോ ആപ്ലെറ്റ്. ഈ ആപ്ലെറ്റ് വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും നിങ്ങൾക്ക്. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നു. 1.2ൻ്റെ ക്യൂബ് മക്കളെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1ൻ്റെ ക്യൂബ് 1 ആണ്. ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ 2 അടിച്ചു കൊടുത്താൽ 2ൻ്റെ ക്യൂബ് കിട്ടും. ഇവിടെ എക്സ് ക്യൂബ് എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇപ്പോൾ 2 ഇവിടെ എൻ്റർ അടിക്കുവാണെങ്കിൽ 2ൻ്റെ ക്യൂബ് 8 കണ്ടല്ലോ. 2ൻ്റെ ക്യൂബ് 8 ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വരും. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾക്ക് ദേ ഇവിടുത്തെ ബി എന്ന് പറയുന്ന ഇത് കണ്ടല്ലോ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. 2ൻ്റെ ക്യൂബ് 8 കണ്ടോ. അല്ലെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് നോക്കിയാൽ മതി, എന്ത് പാട് പെടണം. 2ൻ്റെ ക്യൂബ് 8. അടുത്ത 3 അടിച്ചു കൊടുക്കുമ്പോൾ എൻ്റർ അടിക്കുക. 3ൻ്റെ ക്യൂബ് 27 കണ്ടല്ലോ. അതിവിടെ വന്ന് കാണും. ഇത് വലുതായതുകൊണ്ട് വലിയ ഗ്രാഫ് ആയിരിക്കും. സോ അത് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ 27. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങളൊക്കെ പറയും ഇവിടെ ഒന്ന് കോർഡിനേറ്റ്സ് ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് കേൾക്കുക, എന്നിട്ട് ബിയിൽ കൊണ്ട് റൈറ്റ് ക്ലിക്ക് കേൾക്കുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ സാറോ എന്ന് പറയും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കോർഡിനേറ്റ്സ് ഒന്ന് കാണിക്കാൻ പറയും. ഇതാണ് കോർഡിനേറ്റ്സ്, അന്ന് കാണിക്കാൻ പറഞ്ഞാൽ അങ്ങനെ കാണിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് എഴുതിയാൽ മതി 3ൻ്റെ ക്യൂബ് 27. ഇനിയിപ്പോൾ 4ൻ്റെ ക്യൂബ് എത്രയാണെന്ന് പറഞ്ഞാൽ 4 ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 4ൻ്റെ ക്യൂബ് 64 കണ്ടല്ലോ. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളടക്കം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 1.2ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറയും. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സിമ്പിളായിട്ട് 1.2 അടിച്ചു കൊടുത്താൽ മതി. 1.2 എൻ്റർ അടിക്കുക. 1.2ൻ്റെ ക്യൂബ് 1.73. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1.2ൻ്റെ ക്യൂബ് = 1.73 എന്ന് അടിച്ച് എഴുതി വെച്ചാൽ മതി. കാര്യം കഴിഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണം മതി, നമുക്ക് മറ്റേതും കൂടെ നോക്കാം. 1.5ൻ്റെ ക്യൂബ് 1.5 ഇവിടെ അടിച്ചു കൊടുക്കുക. 1.5 എൻ്റർ. ക്യൂബ് ഒന്നും വേണ്ട, ഇവിടെ ഓൾറെഡി ഫംഗ്ഷൻ ക്യൂബാണ്. സോ 1.5ൻ്റെ ക്യൂബ് 3.38. ലാസ്റ്റ് 8 വരുന്നത് നോക്കണ്ട കേട്ടോ, കാരണം അത് 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്ത 1.1 ക്യൂബ്. 1.1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1.1 അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. സോ 1.1ൻ്റെ ക്യൂബ് 1.33. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതും കഴിഞ്ഞു. രണ്ടാമത്തേനെ കഴിഞ്ഞു. അപ്പോൾ എത്രയും 3, 2, 5 മാർക്ക് കഴിഞ്ഞു. 5 മാർക്ക് കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് യൂസിങ് എബോ ആപ്ലെറ്റ്. ഈ ആപ്ലെറ്റ് വെച്ച് തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം ടിക്കറ്റ് തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മക്കളെ കോസ് ആണ് കണ്ടല്ലോ, എല്ലാം കോസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ് ക്യൂബാണ്. അത് മാറ്റി കോസ് എന്ന രീതിയിലാക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കളെ ഇവിടെ എക്സ് ക്യൂബ് എന്നുള്ളത് മാറ്റി കൊടുക്കണം. അതാണ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. കോസ് എക്സ് എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, കോസ് എക്സിൻ്റെ ആയിരിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത്.
കോസ് എക്സ് എന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ കോസ് എക്സിന്റെ ഗ്രാഫ് അവിടെ വന്നു കഴിഞ്ഞു. ഉണ്ടല്ലോടാ, കോസ് എക്സിന്റെ ഗ്രാഫ് അവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് എന്താണ് മക്കളെ വേണ്ടത്? നമുക്ക് വേണ്ടത് കോസ് 2.4 ആണ് വേണ്ടത് അല്ലേ? കോസ് 2.4 ആണ് നമുക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നേരെ ഇവിടെ 2.4 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2.4 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇതോടെ വന്നു കഴിഞ്ഞു. പക്ഷെ മക്കൾ നമ്മളിവിടെ നോക്കേണ്ടത്, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടുത്തെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആകത്തില്ല. നമ്മളെപ്പോഴും ഇതിന്റെ y കോർഡിനേറ്റ് വേണം നോക്കാൻ. y കോർഡിനേറ്റ് ഇവിടെ കണ്ടല്ലോ, ഇവിടെ നെഗറ്റീവ് ആണ്, കാരണം ഇവിടെയാണ് നമ്മുടെ വാല്യൂ വരുന്നത്. സോ ഈ വാല്യൂ എടുത്ത് എഴുതാളോ കേട്ടോ. സോ നിർബന്ധമായിട്ട് നിങ്ങൾ കോർഡിനേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ 0.74 മാത്രം എടുത്തെഴുതും. ഇവിടുത്തെ y കോർഡിനേറ്റ് മാത്രം നോക്കി എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ നോക്കിയാൽ മതി. y കോർഡിനേറ്റ് ഇവിടെ കിട്ടും കേട്ടോ. ബിയുടെ y കോർഡിനേറ്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ പോസിറ്റീവ് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ബിയുടെ y കോർഡിനേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെ അല്ലെങ്കിൽ അടുത്ത് നോക്കാം. നമുക്ക് അടുത്ത് നോക്കട്ടെ. കോസ് 5.3 എന്ന് പറയുമ്പോൾ ഇവിടെ 5.3 അടിച്ചു കൊടുക്കുക. 5.3 അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി ഇതിന്റെ y വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ നോക്കുക. പക്ഷെ ഇവിടെ നോക്കി ഞാൻ പറയില്ലേ, ഇവിടെ എപ്പോഴും നെഗറ്റീവ് കാണിക്കത്തില്ല, പോസിറ്റീവ് കാണിക്കത്തുള്ളൂ. സോ നിങ്ങൾ ഇവിടുത്തെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. ഓക്കെ, ബിയുടെ y കോർഡിനേറ്റ് ഇവിടെ 5.3 എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുത്ത വാല്യൂ, അതിന്റെ y കോർഡിനേറ്റ് 0.55, അതാണ് നമ്മുടെ അതിന്റെ ക്യൂബ്, സോറി അതിന്റെ കോസ് വാല്യൂ. ഇനി അടുത്തത് കോസ് 2.7 വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോസ് 2.7 വേണമെങ്കിൽ ഇവിടെ 2.7 അടിച്ചു കൊടുക്കുക. 2.7 എൻ്റർ അടിക്കുക. സോ കണ്ടല്ലോ, 2.7ന്റെ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് 2.7 ക്യൂബ് അല്ല, 2.7ന്റെ കോസ് വാല്യൂ എന്ന് പറയുന്നത് -0.9 ആണ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് വരത്തുള്ളൂ മക്കൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ബിയുടെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ബി ഇവിടെ നിങ്ങൾ കോർഡിനേറ്റ് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ബിയുടെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ മക്കളെ. അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ മതി, ബിയുടെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഇവിടെ ക്വസ്റ്റിനകത്ത് കോസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തവണ വേണമെങ്കിൽ സൈൻ ചോദിക്കാം. സൈൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവിടെ ഫംഗ്ഷൻ മാറ്റി കോസ് മാറ്റി സൈൻ ആക്കുക, സൈൻ എക്സ് എന്നാക്കുക. ഓക്കെ അല്ലേ? സൈൻ എക്സിന്റെ ഗ്രാഫ് ഇവിടെ വന്നു. ഇനി നിങ്ങളോട് സൈൻ 2.4 ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇവിടെ 2.4 ഇവിടെ സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, എൻ്റർ അടിക്കുക. സോ ഇവിടെ നോക്കുകയാണ്, അതെ ബിയുടെ നോക്കിയാൽ മതി. 2.4ന്റെ സൈൻ വാല്യൂ 0.68. സോ അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. പിന്നെ ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ മക്കളെ, റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്താണോ ചെയ്തത് അത് അതേപോലെ എഴുതിയാൽ മതി. നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തു. എഡിറ്റ് ദ ഫംഗ്ഷൻ ഇൻടു സൈൻ എക്സ് എങ്കിൽ സൈൻ എക്സ്, കോസ് എക്സ് എങ്കിൽ കോസ് എക്സ്. Edit the function into cos x and input the value a is equal to 2.4, അല്ലെങ്കിൽ എത്രയാണോ അത്രയും a is equal to input the value 2.4, then we get sin of 2.4 is equal to അത്, അല്ലെങ്കിൽ cos of 2.4 is equal to എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ എത്ര മാർക്കായി? 3, 2, 5, 3, 8 മാർക്കാണ് ഈ ലാബിന്. ആ 8 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ലാബ് 1 എന്ന് പറയുന്ന മക്കളെ ഇത്രയേ ഉള്ളൂ. 2024 ക്വസ്റ്റ്യൻ ആണിത്. സോ ലാബ് 1ന്റെ കാര്യം മനസ്സിലായല്ലോ മക്കളെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ചെയ്യാൻ ഇങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ തന്നെ 2023 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ലാബ് 1 ഓക്കെ ആവും. അതിനുശേഷം നമ്മൾ അടുത്ത ലാബ്, ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള ലാബ് മാത്രം നമുക്ക് ചെയ്ത് പഠിച്ചാൽ മതി. എല്ലാ ലാബും നിങ്ങളുടെ സ്കൂളിലൊന്നും ചെയ്യിക്കത്തില്ലെന്ന് എനിക്കറിയാം. സോ മെയിൻ ആയിട്ടുള്ള ലാബ് ഞാൻ ചെയ്യിപ്പിക്കും മക്കളെ. എന്തായാലും കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അത് മാത്രം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ നിർബന്ധമായിട്ടും പറയണ മക്കളെ, കമ്പ്യൂട്ടറിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഉബുണ്ടുവിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസിൽ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ അത് നോക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ മക്കളെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ 2023 ക്വസ്റ്റ്യൻ ആയിട്ട് വരും, അല്ലെങ്കിൽ അടുത്ത ലാബായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റാക്കിയാണ് പോകുന്നത് മക്കളെ. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ലാബുകൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം മക്കളെ. ഓക്കെ, ബൈ.